യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഇരുമ്പ് കഷ്ണം കാന്തത്തോട് എപ്പോഴും ചേർന്നിരിക്കും. അതിനെ കാന്തത്തിൽ നിന്ന് വിടിയിക്കാൻ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു വലിയൊരു കാന്തം അതിനടുത്ത് കൊണ്ടുവന്നാൽ ആ ഇരുമ്പ് കഷ്ണം ആ കാന്തത്തിൽ നിന്ന് ചെറിയ കാന്തത്തിൽ നിന്ന് വിട്ട് വലിയ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലൂടെ, വചന വായനയിലൂടെ, ബലിയർപ്പണത്തിലൂടെയൊക്കെ പിതാവായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ വചനത്തിൽ പറയുന്ന പോലെ അതിനേക്കാൾ നമ്മളെ കൂടുതൽ അറിഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് ദൈവം തന്നെയാണ്. ആ ഒരു ബന്ധം അത് ആഴപ്പെട്ട് നല്ലൊരു വ്യക്തിപരമായ ബന്ധമായി മാറുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലോക വസ്തുക്കളാൽ ആകർഷിക്കപ്പെട്ട് തമ്പുരാനിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ലോകസുഖങ്ങളും ലോകത്തിലെ വ്യക്തിബന്ധങ്ങളുമൊക്കെ ചിലപ്പോൾ നമ്മളെ കർത്താവിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ആകർഷിക്കേണ്ട സാഹചര്യം വരാം. അങ്ങനെ വരാതിരിക്കാൻ യേശുവിനോട് കൂടുതൽ അടുക്കാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.